കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപ് വഴി മുംബൈയിലേക്ക് കപ്പലിലൊരു യാത്ര. അതും 3 ദിവസം കടലിൽ തന്നെ. തികച്ചും വ്യത്യസ്തവും ഇതുവരെ ഞങ്ങൾ നടത്തിയതിൽ ഏറ്റവും ചിലവേറിയ ഒരു യാത്രയുടെ അനുഭവങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പേരിൽ തന്നെ ആഡംബരമുള്ള ഒരു ആഡംബര കപ്പൽ യാത്ര. പൊളി വൈബിൽ എൻജോയ് ചെയ്ത കുറച്ച് ദിവസങ്ങൾ. ഇതാ കണ്ടോളൂ, കൊടേലിയ ക്രൂസ് ഷിപ്പിൽ കടലിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം. കൊടേലിയ ക്രൂസ് ഷിപ്പിലെ കാഴ്ചകൾ, ലക്ഷദ്വീപ് വിശേഷങ്ങൾ, മുംബൈ അനുഭവങ്ങൾ എല്ലാം വിശദമായി കണ്ടു നോക്കാം. അപ്പോൾ ഡേ 1 എല്ലാവർക്കും സ്വാഗതം. 2 മണിക്ക് വില്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ച് വീട്ടിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് വെച്ചു പിടിച്ചു. കപ്പലിൽ കയറാൻ പോകേണ്ട ഞങ്ങൾ എന്തിനാണ് എയർപോർട്ടിൽ പോയി എന്നാകും അല്ലേ ചിന്തിക്കുന്നത്. കാരണം 5 ദിവസം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് തിരിച്ചെത്തുന്നത്. സോ കാർ ഇവിടെ ഇട്ടിട്ട് പോകുവാണല്ലോ എളുപ്പം. മാത്രവുമല്ല സേഫായ ഒരിടവുമാണ്. ആ കാണുന്ന യു-ടേൺ എന്ന പില്ലറിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് യു-ടേൺ എടുത്താൽ കാർ കിട്ടുമെന്ന് ഹിന്റ് ഓർത്ത് വെച്ച് ലഗേജും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് പോർട്ടിലോട്ട് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. 10 മിനിറ്റിലുള്ള ക്യാബ് എത്തി. പിന്നെ നേരെ സാഗരിക ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിലേക്ക് കയറി ചെല്ലുമ്പോൾ പുറത്തുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ നോക്കിയിട്ട് റൂം നമ്പർ അലോട്ട് ചെയ്ത് ഒരു പേപ്പർ തന്നുവിട്ടു. പിന്നെ അകത്തോട്ട് ചെന്നപ്പോൾ ഒരു എയർപോർട്ടിൽ കയറുന്ന പോലെയുള്ള ചെക്കിംഗ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ID കാർഡും ടിക്കറ്റും എല്ലാം വിശദമായി പരിശോധിച്ചു. ലഗേജും ചെക്ക് ചെയ്ത് കടത്തിവിട്ടു. നേരെ ഷിപ്പിനടുത്തേക്ക്. അമ്പോ, സൂപ്പർ കാഴ്ച! ഇത്രയും വലിയൊരു ഷിപ്പ് അടുത്ത് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഷിപ്പിലേക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാൻ ബഗ്ഗി സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് തലങ്ങും വിലങ്ങും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ലഗേജായിട്ട് നടന്നു. അടുത്തോട്ട് ചെല്ലുന്തോറും ഷിപ്പിൻ്റെ വലിപ്പം കൂടി വരുമായിരുന്നു. എനിക്ക് അതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി. വിശ്വസിക്കാനാവുന്നേ ഇല്ലായിരുന്നു. എക്സൈറ്റ്മെൻ്റ് അറ്റ് ദ പീക്ക് എന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഷിപ്പിനകത്തോട്ട് കയറി ചെന്നപ്പോൾ കുറി തൊട്ടിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത്. കൂടാതെ വെൽക്കം ഡ്രിങ്ക്സും തന്നു. ഇതാ കണ്ടോ പൊട്ട് തൊട്ട ഉണ്ണി. ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ 4th ഡെക്കിലെത്തി. ഇതിനാകെ 11 നിലകൾ അല്ലെങ്കിൽ 11 ഡെക്കുകളാണ് ഉള്ളത്. 42, 43 ആയിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ. വാവ്, നീണ്ടു നിവർന്ന് കിടക്കുന്ന കൊറിഡോർ കണ്ടോ? എന്ത് രസമാണല്ലേ. ഇതിൻ്റെ 2 സൈഡ് റൂംസ് ആണ് കേട്ടോ. ഒരു സൈഡ് ഓഷ്യനിലേക്ക് വ്യൂ ഉള്ള റൂമാണ്. അങ്ങനെ നടന്ന് 42, 43 ടാങ് ടടാങ്, ഇതാണ് നമ്മുടെ റൂം. നമുക്ക് പെട്ടെന്നൊരു കൊച്ചു റൂം ടൂർ കണ്ടാലോ? ഞങ്ങളുടേത് ഓഷ്യൻ വ്യൂ ഒന്നുമല്ല കേട്ടോ. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. നമ്മൾ റേറ്റ് കുറഞ്ഞ് ഇൻസൈഡ് ക്യാബിനാണ് എടുത്തത്. വാതിൽ തുറക്കുമ്പോൾ നേരെ ഇതാ ഡബിൾ ബെഡ്. വലിയ കണ്ണാടിയൊക്കെ ഉള്ള ഡോറാണ് ഇതിനുള്ളത്. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു അലമാരയുണ്ട്. അതിൽ 2 ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. തുണി ഇടാൻ അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു വലിയ മിറർ കൂടി ഇവിടെ ഉണ്ട്. കൂടാതെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. റൂം ക്ലീനിങ്ങിന് ആൾ വരുമ്പോൾ വെള്ളം തീരുന്നതനുസരിച്ച് ഈ ബോട്ടിലൊക്കെ അവർ മാറ്റി വെക്കുന്നതാണ്. കുറേ ഡിം ലൈറ്റ്സുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ഓഷ്യൻ വ്യൂ ഒന്നുമില്ല. പകരം ബെഡിന് മേലെ വിൻഡോ വരേണ്ട സ്ഥാനത്ത് ഓഷ്യൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. TV ഉണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് AC ആണ്. ഭയങ്കര തണുപ്പായിരുന്നു. കുറയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റൂമിൽ കയറിയാൽ നേരെ ആ പുതപ്പിനടിയിലോട്ട് കയറാനേ തോന്നും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം. ആ ടൈമിൽ ഉണ്ണി ബാത്റൂമിലായതിനാൽ ബാത്റൂം തൽക്കാലം ഇപ്പം കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് 3 രാത്രികൾ നമുക്ക് ഉറങ്ങാനുള്ള നമ്മുടെ കൊച്ചു റൂം. ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി 5th ഡെക്കിലോട്ട് പോയി. അതായത് ഇപ്പം നമ്മൾ 4th ഡെക്കിലാണ് നിൽക്കുന്നത്. അതിന് തൊട്ട് മുകളിലത്തെ ഡെക്കിൽ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിനകത്താണെങ്കിൽ എല്ലാം ഡോളേഴ്സിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വൈഫൈ വേണമെങ്കിലുള്ള ചാർജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് 83 രൂപയായിരുന്നു $1.
നമ്മൾ വൈഫൈ ഒന്നും എടുത്തില്ല. നമുക്കൊരു കാർഡ് തരും. അപ്പോൾ ആ കാർഡിൽ കുറച്ച് പൈസ കയറ്റണമായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് മേടിക്കണമെങ്കിലോ എന്ത് ഡീലിങ്സ് നടത്തണമെങ്കിലും ഈ കാർഡ് വഴിയാണ് പൈസ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഷിപ്പ് ലക്ഷദ്വീപിലെത്തും. അവിടുത്തെ അഗത്തി ഐലൻഡിൽ ഇറങ്ങണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ചാർജസ് ആണ് ഈ കാണുന്നത്. 1763 രൂപ മുതൽ 11,000 രൂപ വരെയുള്ള പാക്കേജുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ചാർജസ് കുറഞ്ഞ ഐലൻഡ് വൈബ്സ് ആണ് ഞങ്ങൾ എടുത്തത്. 1763 രൂപയായിരുന്നു ഒരാൾക്ക്. അങ്ങനെ കാർഡിൽ നിറച്ച പൈസയായിട്ട് ബുക്കിംഗ് ചെയ്യുകയാണ് ഉണ്ണി. ഒരു വീടിൻ്റെ നടുത്തളം പോലെ ഈ ഷിപ്പിൻ്റെ നടുത്തളം എന്ന് പറയാവുന്ന ഒരു ഏരിയയാണ് 5th ഡെക്കിലെ ഈ മനോഹരമായ സ്പേസ്. പലതരം ലൈറ്റ്സ് കൊണ്ട് വളരെ രസമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഗ്ലാസ് ലിഫ്റ്റൊക്കെ ഒഴുകി പോകുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇങ്ങോട്ട് വന്നാൽ ഈ ഏരിയയിൽ കുറച്ച് ജുവലറീസും വാച്ചസും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സെയിലൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കപ്പൽ ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല ഗൈസ്. ഇനി ഇതിന് പുറത്തോട്ട് കടന്നാൽ ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ കൊച്ചി. 5th ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ലൈഫ് ബോട്ടൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. നമുക്കിനി ലിഫ്റ്റ് കയറി 10th ഡെക്കിലോട്ട് പോയി നോക്കാം. നമ്മൾ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഫുഡ് കൗണ്ടർ. അപ്പോൾ ജെയിൻസിന് വേണ്ടി പ്രത്യേക കൗണ്ടർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ടേബിൾസും ചെയേഴ്സും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടറ്റത്തു നിന്നും പ്രത്യേക കൗണ്ടറുകളും ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ഫുഡ് എടുക്കാം. എന്തൊക്കെ ഫുഡാണ് ഉള്ളത് എന്ന് ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ച് നടക്കുകയായിരുന്നു. എൻ്റെ അമ്മോ, ലഞ്ച് തന്നെ എന്തോരം ഓപ്ഷൻസ് ആണെന്നറിയോ. ഇത്രയും ഓപ്ഷൻസ് കണ്ടിട്ട് എവിടെ നിന്ന് എന്തെടുക്കണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി എന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മൾ പാവങ്ങൾക്കിത് ശീലമില്ലല്ലോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫുഡൊക്കെ ഒരുമിച്ച് കാണുന്നത്. പിന്നെ പ്ലേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. സാലഡ് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് ഇഷ്ടമുള്ള രീതിയിൽ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീംഡ് റൈസ്, ദാൽ പാലക്, പനീറിൻ്റെ കുറേ വെറൈറ്റീസ്, മീൻ കറികൾ, അങ്ങനെയെല്ലാം പേര് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. കഴിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് കരുതിയ ചിലതൊക്കെ പ്ലേറ്റിലാക്കി. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ആൻഡ് അനത്തെ വൈബ് എന്ന് പറയണത് ദാ ഈ സൈഡ് സീറ്റിലിരുന്ന് കടലും കണ്ട് ഫുഡ് കഴിക്കാം. ഇപ്പം നമ്മൾ കൊച്ചി കണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഡെസേർട്ടുകളായിട്ട് പലതരം കേക്കും സ്വീറ്റ്സും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഒത്തിരി അധികം ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല. അത് പലപ്പോഴും നമുക്ക് വലിയൊരു നഷ്ടവുമാണ്. ഇതാണ് സാഗരിക പോട്ട്. നമ്മൾ കയറി വന്നില്ലേ, അതാണിത്. ടെൻത്ത് ഡെക്കിലെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് സ്വിമ്മിംഗ് പൂള്. കൂടാതെ ചില്ലിട്ട ഈ ഏരിയയും. നല്ല വെയിലായിരുന്നു ഈ സമയത്ത്. ഇനി സെൽഫി സ്റ്റിക്ക് വെച്ചുള്ള ഞങ്ങളുടെ ചില പരീക്ഷണങ്ങൾ. കൊച്ചിയുടെ സൗന്ദര്യത്തെ ആവോളം ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു.
സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പുള്ള സമയമാണ്. കൊച്ചി കണ്ട് നിൽക്കുവാണ്. മറൈൻ ഡ്രൈവ് കാണിച്ചു തരാം. മറൈൻ ഡ്രൈവ് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഷിപ്പിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളും ഒരു അപകടം പറ്റിയാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എന്നുള്ള നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ലൈഫ് ജാക്കറ്റ് എങ്ങനെ ധരിക്കണം എന്നതായിരുന്നു മെയിൻ. ഇതാ ഷിപ്പ് പുറപ്പെടാൻ പോവുകയാണ്. ടഗ് ബോട്ട് വെച്ച് വലിച്ച് ഷിപ്പിനെ അതിൻ്റെ ചാലിലേക്ക് എത്തിക്കുന്നതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ദാ പുകയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ കൊച്ചിയിൽ നിന്ന് ഷിപ്പ് അകന്നു തുടങ്ങി. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ബൈ ബൈ കൊച്ചി, ഇനി നമ്മൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക്. ഒത്തിരി പേര് ഈ 10th ഡെക്കിൽ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മണിയായിട്ടോ ഷിപ്പ് എടുത്തപ്പോൾ. അങ്ങനെ ഒരു തീരത്ത് നിന്നും കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോഴേക്കും സ്നാക്സ് ടൈമായി. വീണ്ടും നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അകത്താക്കി. അതാ 10th ഡെക്കിൽ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവർ സ്റ്റെപ്പ് കാണിച്ചു തരും. നമുക്ക് താഴെ നിന്ന് ഡാൻസ് കളിക്കാം. ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 1 2 3 4 5 6 7 8 right leg forward, left leg forward, right leg back, left leg back. ഇതാ ഇവിടുത്തെ കാറ്റ് നോക്കൂ. ഇതാണ് 11th ഡെക്ക്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഡെക്കാണിത്. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റിയൊരു ഇടമാണിത്. കാറ്റ് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സൺസെറ്റ് എൻജോയ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എല്ലാവരും. പറയാതെ വയ്യ. ബ്യൂട്ടിഫുൾ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിട്ട് എനിക്കിത് തോന്നി. എന്ത് രസമാണെന്ന് നോക്കിയേ. കാറ്റും സൺസെറ്റും കടലിലെ ഓളങ്ങളും ഷിപ്പും. ഹായ് ഹായ്. അപ്പോൾ കൊടേലിയ ക്രൂസ് യാത്രയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. ഷിപ്പിനകത്തുള്ള മറ്റ് ആക്ടിവിറ്റീസും കാഴ്ചകളും ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.